ഇപ്പോൾ ഈ ജമ്മു കാശ്മീരിൽ സുരക്ഷ വർദ്ധിപ്പിച്ചു എന്നുള്ളത് വരുന്നുണ്ട്. അതിർത്തി മേഖലകളിലേക്കുള്ള ഗതാഗതം നിയന്ത്രിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഷിരി മേഖലയിൽ ഉൾപ്പെടെ ഗതാഗതത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നു. ഇതിനൊപ്പം തന്നെ നേരത്തെ ഈ 9 താവളങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ള വിവരങ്ങൾ വന്നിരുന്നു. ലഷ്കർ തോയ്ബയുടെ 3 കേന്ദ്രങ്ങൾ, ജെയ്ഷെ മുഹമ്മദിന്റെ 4 കേന്ദ്രങ്ങൾ, ഹിസ്ബുൾ മുജാഹിദിന്റെ 3 കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിലാണ് ഇന്ത്യൻ സൈന്യം വ്യോമാക്രമണം നടത്തിയത് എന്നുള്ള സ്ഥിരീകരണങ്ങൾ കൂടി വരുന്നുണ്ട് ഈ ഘട്ടത്തിൽ. ഇനിയിപ്പോൾ ഈ കുറച്ചു മുൻപ് പറഞ്ഞതുപോലെ തന്നെ ഈ സൈന്യത്തിന്റെ വാർത്താ സമ്മേളനം 10 മണിക്ക് വരുന്ന സമയത്തായിരിക്കും യഥാർത്ഥത്തിൽ എന്താണ് നടന്നത്, എവിടെയൊക്കെ ആയിരുന്നു ആക്രമണം, എന്തൊക്കെ തരത്തിൽ ആണ് നടപടികളുമായി മുന്നോട്ട് പോയത്, അവിടെ എന്തെങ്കിലും കാഷ്വാലിറ്റീസ് ഉണ്ടായോ, ഈ പാകിസ്ഥാൻ പറയുന്ന കാര്യങ്ങളിലൊക്കെ എന്തെങ്കിലും കാര്യമുണ്ടോ തുടങ്ങിയ വിഷയങ്ങളിലൊക്കെ ഒരു സ്ഥിരീകരണം വരിക സൈന്യത്തിന്റെ വാർത്താ സമ്മേളനം വരുന്ന മുറയ്ക്കായിരിക്കും. ഹർഷൻ, നമ്മൾ ഈ സൈനിക കേന്ദ്രങ്ങൾ 9 സൈനിക കേന്ദ്രങ്ങൾ അതിന്റെ പേര് അത് അക്കമിട്ട് നിരത്തുമ്പോഴും ഈ എന്തുകൊണ്ട് ഈ 9 സൈനിക കേന്ദ്രങ്ങൾ, ഈ 9 എണ്ണം എന്തുകൊണ്ട് ഇന്ത്യ ടാർഗറ്റ് ചെയ്തു? ഇക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണം വരണമെങ്കിൽ, വിശദീകരണം വരണമെങ്കിൽ ഇനി സേനയുടെ വാർത്താ സമ്മേളനം വരെ നമ്മൾ കാത്തിരിക്കണം അല്ലേ? അല്ല, ഇത് രണ്ട് രാഷ്ട്രങ്ങൾ തമ്മിലുള്ള ശത്രുത പുതിയതല്ല. അതിപ്പോൾ എല്ലാവരും ഇപ്പം അല്പം മുമ്പ് ട്രംപ് പറഞ്ഞതുപോലെ എത്രയോ കാലമായി നിലനിൽക്കുന്ന ആക്രമണമാണ്, എത്രയോ കാലമായി നിലനിൽക്കുന്ന ശത്രുതയാണ്. അതുകൊണ്ട് തന്നെ പരസ്പരം ഏതെല്ലാം കേന്ദ്രങ്ങളിലാണ് ആക്രമിക്കേണ്ടത് എന്നുള്ള ബോധ്യം ഈ രാഷ്ട്രങ്ങൾക്ക് തന്നെയുണ്ട്. അതിനപ്പുറം ഇന്ത്യയടക്കം മറ്റ് പ്രദേശങ്ങളിലേക്ക്, മറ്റ് രാജ്യങ്ങളിലേക്ക്, ലോകരാജ്യങ്ങളിലേക്ക് എവിടെ നിന്നാണ് ഭീകരവാദത്തെ ഇവർ കയറ്റി അയക്കുന്നത് എന്നുള്ള ബോധ്യവും ഉണ്ട്. ഇന്ത്യക്ക് പ്രത്യേകിച്ചുണ്ട്. ഇന്ത്യൻ സേനയ്ക്ക് അതേക്കുറിച്ചുള്ള ഏറ്റവും സൂക്ഷ്മമായ വിവരങ്ങളുമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ ജെയ്ഷെ മുഹമ്മദിൻ്റെയും ലഷ്കർ ഇ തോയ്ബയുടെയും ഹിസ്ബുൾ മുജാഹിദീൻ്റെയും ഈ 9 ഭീകര താവളങ്ങൾ നേരിട്ട് ആക്രമിക്കുന്ന സ്ഥിതി ഉണ്ടായത്. അതിൽ മർക്കസ് സുബാൻ അല്ലാഹ് ബഹവൽപൂർ ജയം, മർക്കസ് തൈബ മുദ്രിക്കെ, അത് ലഷ്കർ ഇ തൈബയുടെ, ആദ്യം പറഞ്ഞത് മർക്കസ് സുബാൻ എന്ന് പറയുന്നത് ജെയ്ഷെ മുഹമ്മദിൻ്റെ താവളമാണ്, മർക്കസ് തൈബെ മുദ്രിക്കെ എന്നത് ലഷ്കർ ഇ തോയ്ബയുടെ താവളമാണ്, സർജൽ തെഹ്റ കലാൻ എന്ന് പറയുന്നത് ജെയ്ഷെ മുഹമ്മദിൻ്റെ താവളമാണ്, മെഹ്മുന ജോയ അത് സിയാൽകോട്ടിലാണ്, അത് ഹിസ്ബുൾ മുജാഹിദിൻ്റെ താവളമാണ്, മർക്കസ് അഹ്ലെ ഹദീസ് അതായത് അത് ബർണാല എന്ന സ്ഥലത്താണ് ആ താവളം സ്ഥിതി ചെയ്യുന്നത്, അത് ലഷ്കർ ഇ തോയ്ബയുടെ താവളമാണ്, മർക്കസ് അബ്ബാസ് അത് കോട്ട്ലി എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്നതാണ്, ജെയ്ഷെ മുഹമ്മദിൻ്റെ താവളമാണ്, മസ്കർ റഹീൽ ഷാഹിദ് കോട്ട്ലിയിൽ സ്ഥിതി ചെയ്യുന്നതാണ്, ഹിസ്ബുൾ മുജാഹിദിൻ്റെ താവളമാണ്, ഷവായിൻ അല്ല ക്യാമ്പ് അത് മുസാഫറാബാദിലാണ്, ലഷ്കർ ഇ തോയ്ബയുടെ ക്യാമ്പാണ്, സയ്യിദ്ന ബിലാൽ ക്യാമ്പ് അതും മുസാഫറാബാദിലാണ്, ജെയ്ഷെ മുഹമ്മദിൻ്റെ ക്യാമ്പാണ്. ഇതിൽ സേതു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇന്ത്യ ഇതുപോലെ ഭീകരവാദികളെ ഈ നിലയ്ക്ക് വിരിയിച്ചെടുക്കുന്നത് പോലെ വിരിയിച്ചെടുക്കുന്ന ഒരു സംവിധാനം ഇന്ത്യൻ മണ്ണിൽ എവിടെയെങ്കിലും പ്രവർത്തിക്കുന്നത് നമുക്ക് ചിന്തിക്കാനാവുമോ? പക്ഷേ പാകിസ്ഥാനിൽ ഇത് സംഭവിക്കുന്നു എന്നുള്ളതാണ്. പാകിസ്ഥാനിൽ ഇപ്പോൾ നമുക്ക് പറയാൻ ഈ ഘട്ടത്തിൽ ആക്രമണം നടന്ന ഈ ഭീകരവാദ ക്യാമ്പുകൾ ഏതൊക്കെയാണ് എന്നവയുടെ പേര് സഹിതം പറയാൻ ഈ ഘട്ടത്തിൽ കഴിയുന്നു എന്നത് അത്രയധികം, അതായത് ഒരു ചെറിയ മേഖലയാണല്ലോ നമ്മൾ ആ നിലയ്ക്ക് പരിശോധിച്ചാൽ. അങ്ങനെ തീർത്തും ചെറിയ മേഖലയല്ല. പാക് ഒക്കുപ്പൈഡ് കാശ്മീരിൻ്റെ കുറേ ഭാഗത്തും പാകിസ്ഥാൻ്റെ ഇന്ത്യൻ അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന ചില ഭാഗങ്ങളിലുമൊക്കെയായി മാത്രം പ്രവർത്തിക്കുന്ന ഭീകരവാദ ക്യാമ്പുകളാണിത്. അത് മാത്രമല്ല, ഇതിപ്പോൾ 3 ഭീകരവാദ സംഘടനകളുടെ വ്യത്യസ്ത ക്യാമ്പുകൾ ആ നിലയ്ക്കാണ് ഇത് പ്രവർത്തിക്കുന്നത്. പിന്നെ ഈ ഭീകരവാദികളുടെ എല്ലാം ഒരു പ്രത്യേകത, ഈ ആദ്യഘട്ടത്തിൽ ഈ ആക്രമണം ഉണ്ടായതിന് തൊട്ട് പിന്നാലെ ഈ ഉത്തരവാദിത്വം ഏറ്റെടുത്ത സംഘടനയുണ്ടല്ലോ, അത് ജെയ്ഷെ മുഹമ്മദിൻ്റെ ലഷ്കർ ഇ തോയ്ബയുടെ ഒരു ഉപവിഭാഗമാണ്, TRF എന്നാണ് പറഞ്ഞിരുന്നത്. ആദ്യഘട്ടത്തിൽ അവർ ഏറ്റെടുക്കുകയും പിന്നീട് ഞങ്ങളല്ല എന്ന് പറയുകയും ചെയ്തു. ലഷ്കർ ഇ തോയ്ബയുടെ ഉപവിഭാഗമെന്ന് ഇവരെല്ലാവരും ആത്യന്തികമായി ഭീകരവാദം എന്നത് തന്നെയാണ്. പക്ഷേ വിവിധ പേരുകളിൽ പ്രവർത്തിക്കുന്ന ഭീകരവാദ സംഘടനകളാണ്. ഇവരെല്ലാവരും കാശ്മീരിൻ്റെ മണ്ണിൽ പലതരത്തിൽ, അല്ലെങ്കിൽ ഇന്ത്യയുടെ മണ്ണിൽ പലതരത്തിൽ ഓരോ ഘട്ടത്തിലും ആക്രമണം നടത്തുകയും ഇടപെടുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. പാർലമെൻറ്റ് ആക്രമണം അടക്കമുള്ള സാഹചര്യങ്ങൾ ജെയ്ഷെ മുഹമ്മദിൻ്റെ പട്ടികയിൽ വരുന്ന ആക്രമണങ്ങളാണ്. ആ നിലയ്ക്ക് ഈ ഭീകരവാദ സംഘടനകളെല്ലാം ഈ ഒരു പ്രദേശത്ത് പ്രവർത്തിക്കുന്നു എന്നുള്ള സൂക്ഷ്മമായ വിവരം ഇന്ത്യൻ സേനയുടെ കയ്യിലുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ ഇവിടെ പേരെടുത്ത് പറഞ്ഞ ബഹവൽപൂരിലെയും മുദ്രിക്കയിലെയും കലാനിലെയും സിയാൽകോട്ടിലെയും ബർണാലയിലെയും കോട്ട്ലിയിലെയും മുസാഫറാബാദിലെയും ഒക്കെ ഭീകരവാദ താവളങ്ങളെ നേരിട്ട് ആക്രമിക്കാൻ ഇന്ത്യൻ സേനയ്ക്ക് കഴിഞ്ഞത്. അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇപ്പോൾ മുസാഫറാബാദിൽ തന്നെ 2 ഭീകരവാദ ക്യാമ്പുകളാണുള്ളത്.
അതുപോലെ കോട്ട്ലിയിൽ 2 ഭീകരവാദ ക്യാമ്പുകളാണ്, ഭീകരവാദികളുടെ താവളങ്ങളാണുള്ളത്. ഇങ്ങനെ ഒരൊറ്റ പ്രദേശത്ത് തന്നെ ഒന്നിലേറെ താവളങ്ങൾ ഇവർ നടത്തുന്നു. ഇവർക്ക് ലോജിസ്റ്റിക്സിന് പുറമെ ഈ ക്യാമ്പുകളിൽ തീവ്രവാദികൾക്ക് പരിശീലനം കൊടുക്കുന്നു. ഇതിൽ പാകിസ്ഥാൻ സൈന്യവും ISIയും സ്പെഷ്യൽ സർവീസ് ഗ്രൂപ്പിൻ്റെ സേവനങ്ങൾ ഉപയോഗിച്ചതായി ഉള്ള വിവരങ്ങൾ കൂടി ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഓപ്പറേഷൻ സിന്ദൂർ അങ്ങനെ ഏറ്റവും സൂക്ഷ്മമായ, വളരെ പ്രിസൈസ്ഡ് ആയിട്ടുള്ള ഒരു ആക്രമണമായി, ഒരു തിരിച്ചടിയായി തന്നെ ഇനി പാകിസ്ഥാൻ ഓർത്തിരിക്കും എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. പക്ഷേ വലിയ യുദ്ധത്തിലേക്ക് പോകാതെ ഉള്ള ഇടപെടലുകൾ ഈ ഘട്ടത്തിൽ ഉണ്ടാകും എന്നും നമുക്ക് കരുതേണ്ടി വരും. സേതു, തീർച്ചയായും അങ്ങനെ ഒരു ഘട്ടത്തിലേക്ക് രാജ്യം കടക്കാൻ ആഗ്രഹിക്കുന്നുമില്ല. മാത്രമല്ല, ഇതിലേറ്റവും പ്രധാനം പാകിസ്ഥാന്റെ ഒരു സാമ്പത്തിക സ്ഥിതി കൂടിയാണ്. ഈ ഭീകരവാദത്തിനെതിരെയാണ് ഞങ്ങളുടെ പോരാട്ടം എന്ന അന്താരാഷ്ട്ര വേദികളിലടക്കം പാകിസ്ഥാൻ നിലപാടെടുക്കുമ്പോഴും ആ ഭീകരതയെ കടത്തുന്ന രാജ്യം പാകിസ്ഥാൻ എന്ന കാര്യത്തിലും അന്താരാഷ്ട്ര സമൂഹത്തിന് സംശയം ഒന്നും തന്നെയില്ല. ഇതിൽ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം ഈ പാക് സൈനികർ തന്നെ ഈ ഒളിത്താവളങ്ങളിൽ നിന്ന്, ഭീകരവാദ കേന്ദ്രങ്ങളിൽ നിന്ന് ഹാഫിസ് സയ്യിദിനെ അടക്കം മാറ്റി സുരക്ഷിത കേന്ദ്രത്തിലേക്ക് മാറ്റിയതൊക്കെ നമ്മൾ കണ്ടതാണ്. ഹർഷൻ, ഇപ്പോൾ നിലവിലെ ഈ ഒരു സാഹചര്യം, ഇപ്പോൾ ജമ്മു കാശ്മീരിൽ ഈ സൈനിക പോസ്റ്റുകൾക്ക് നേരെയുള്ള പാകിസ്ഥാന്റെ വെടിവയ്പ് നടക്കുന്നുണ്ട്. അവിടെ കുറച്ചു പേർക്ക് ജീവൻ നഷ്ടമായി എന്നുള്ള വാർത്തകൾ വരുന്നുണ്ട്. ഈ ജമ്മു കാശ്മീരിൽ വിമാനത്താവളങ്ങൾ ഒക്കെ അടച്ചു. ഒപ്പം സ്കൂളുകൾക്ക്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി നൽകിയിരിക്കുന്നു. രാജ്യ തലസ്ഥാനത്ത് ത്രിതല സുരക്ഷ ഏർപ്പെടുത്താൻ ഒരുങ്ങുന്നു. രാജ്യം കനത്ത നിരീക്ഷണത്തിലാണ്. പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് എന്താണെങ്കിലും ഒരു എയർ സ്ട്രൈക്ക് ഉണ്ടാകുമെന്ന് ഈ രാജ്യം പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷേ എവിടെയായിരിക്കും ആ അടി വീഴുക എന്ന കാര്യത്തിലാണ്. കാരണം ഒരു മാന്യതയും വച്ചു പുലർത്താത്ത ഒരു രാജ്യമാണ് പാകിസ്ഥാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏത് തലത്തിലായിരിക്കും ഒരു ചെറുതെങ്കിലും ഒരു രീതിയിൽ ഒരു തിരിച്ചടി ഈ രാജ്യത്തേക്ക് ഉണ്ടാവുക എന്ന കാര്യം നമ്മളെ തെല്ലെങ്കിലും ആശങ്കപ്പെടുത്തുന്നുണ്ടോ? ഈ നിലവിലെ സൈനിക വിന്യാസങ്ങളിൽ നിന്നും നീക്കങ്ങളിൽ നിന്നൊക്കെ എന്ത് മനസ്സിലാക്കണം? ഒരു പ്രധാനപ്പെട്ട പ്രശ്നം, പാകിസ്ഥാൻ ഇപ്പോൾ നേരിടുന്ന ഒരു പ്രശ്നം, ലോകം തന്നെ വിശ്വസിക്കുന്നത് പാകിസ്ഥാനിലെ ഭീകരവാദ കേന്ദ്രങ്ങളെ ഇന്ത്യ ആക്രമിച്ചു എന്ന നിലയ്ക്ക് തന്നെയാണ്. ഇന്ത്യക്ക് അത് വിശദീകരിക്കാൻ കഴിയുന്നുണ്ട്. സൗദി അറേബ്യയും US ഒപ്പം ഇസ്രയേലും അടക്കമുള്ള, റഷ്യയും അടക്കമുള്ള രാജ്യങ്ങളോട് നേരത്തെ തന്നെ ഈ കാര്യങ്ങൾ വിശദീകരിച്ചു വച്ചിരിക്കുന്നു. ഇപ്പോഴും അത് പറയുന്നു. ഈ ഭീകരവാദ താവളങ്ങളെയാണ് ഇന്ത്യ ആക്രമിക്കുന്നത് എന്ന് നേരിട്ട് അതും ആവർത്തിച്ച് പറയുന്നുണ്ട്. ഇപ്പോൾ സൈന്യം തന്നെ, അല്ലെങ്കിൽ ഡിഫൻസ് മിനിസ്ട്രി തന്നെ ഈ കാര്യം വിശദീകരിക്കുന്നത് അവിടുത്തെ സൈന്യത്തെ ആക്രമിച്ചിട്ടില്ല, സിവിലിയൻസിനെ ആക്രമിച്ചിട്ടില്ല, മറ്റ് വാണിജ്യ സാമ്പത്തിക മേഖലയിലുള്ള ഒരു സ്ഥാപനങ്ങളെയും ഒരു സംവിധാനത്തെയും ആക്രമിച്ചിട്ടില്ല എന്ന് തന്നെ ഡിഫൻസ് മിനിസ്ട്രി ഇവിടെ വിശദീകരിക്കുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ പിന്നെ ആരെയാണ് തിരികെ പാകിസ്ഥാൻ ആക്രമിക്കാൻ കഴിയുക? ഇന്ത്യ ഇവിടുന്ന് ഏതായാലും ഭീകരവാദമൊന്നും അങ്ങോട്ട് കയറ്റി അയക്കുന്നില്ല. നമുക്കിവിടെ ഹാച്ചറികളില്ല. അപ്പോൾ ഇവിടെ ഇന്ത്യൻ മണ്ണിലേക്ക് നടക്കുന്ന തിരിച്ചുള്ള ഒരു ആക്രമണം ഉണ്ടാവുകയാണെങ്കിൽ അത് തീർച്ചയായും രാഷ്ട്രങ്ങൾ തമ്മിൽ നേരിട്ടുള്ള ഒരു സംഘർഷത്തിലേക്ക്, വേറൊരു തലത്തിലേക്ക് ഈ കാര്യത്തെ കൊണ്ടുപോകും എന്നുള്ള പ്രശ്നമുണ്ട്. അത് ലോകരാഷ്ട്രങ്ങളും തിരിച്ചറിയുന്നുണ്ടാവണം. അതുകൊണ്ട് തന്നെ പാകിസ്ഥാന് ഇതിന് തിരിച്ചടി ഇവിടെ നേരിട്ട് ഇന്ത്യൻ മണ്ണിലേക്ക് അവരുടെ സൈന്യം കടന്നു കയറിയുള്ള ഒരു തിരിച്ചടി ഉടനെ ഉണ്ടാകും എന്ന് നമുക്ക് തൽക്കാലം കരുതുകയേ സാധ്യമല്ല എന്നുള്ളതാണ്. മാത്രമല്ല, നമ്മൾ പല ആവർത്തി പറഞ്ഞു പോകുന്നത് പോലെ ഒരു തകർന്ന രാഷ്ട്രം, അല്ലെങ്കിൽ ഒരു പരാജയപ്പെട്ട രാഷ്ട്രമാണ് പാകിസ്ഥാൻ. ഒരു ഭീകരവാദികളെ ഈ മട്ടിൽ വിരിയിച്ചെടുക്കുന്ന ഒരു രാഷ്ട്രം എന്ന നിലയ്ക്കൊരു തെമ്മാടി രാഷ്ട്രത്തെ പോലെ പരിഗണിക്കേണ്ടതുണ്ട് എന്നുള്ള പരാമർശം പല ലോകരാഷ്ട്രങ്ങളുടെ ഭാഗത്തു നിന്നും, ലോക നേതാക്കളുടെ ഭാഗത്തു നിന്നും മുമ്പേ ഉണ്ടായിട്ടുള്ളതുമാണ്. പക്ഷേ അവിടുത്തെ സിവിലിയൻസിനെ ഓർക്കണമല്ലോ, സാധാരണക്കാരായ മനുഷ്യരെ ഓർക്കണമല്ലോ. ആ കാര്യം ഇവിടെ സാധാരണക്കാർക്ക് നേരെയാണ് ഭീകരവാദികൾ ആക്രമണം നടത്തിയതെങ്കിൽ ഇന്ത്യ തിരിച്ച് അവിടുത്തെ സാധാരണക്കാരെ ആക്രമിക്കാനല്ല തയ്യാറായത് എന്നതും കണക്കാക്കണം. കാരണം അത്രയ്ക്ക് മാന്യമായ ഒരു നിലപാടാണ് ഈ കാര്യത്തിൽ. ഇത്രയും അതായത് ഈ ആക്രമണത്തിൻ്റെ ഒരു ഭീകരത നമുക്കറിയാമല്ലോ. 13 സംസ്ഥാനങ്ങളിൽ, അതായത് ഇന്ത്യക്ക് മൊത്തം നേരിട്ട ഒരു ആക്രമണം എന്ന് പരിഗണിക്കാവുന്ന തരത്തിൽ ഇന്ത്യയിലെ 13 സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആളുകളാണ് 25 പേർ മരിച്ചത്. ഒരാൾ നേപ്പാളി പൗരനുമാണ്. അങ്ങനെ 26 പേർ ആക്രമിക്കപ്പെട്ട, കൊല്ലപ്പെട്ട, അത് തന്നെ ഈ ഒരു തരത്തിലുള്ള മാനുഷികതയും പരിഗണിക്കാതെ ആക്രമിക്കപ്പെട്ട ഒരു സംഭവത്തിൽ നമ്മുടെ തിരിച്ചടി പക്ഷേ കൃത്യമായ ഭീകരവാദ കേന്ദ്രങ്ങളെ മാത്രമായിരുന്നു എന്നുള്ള സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ ചുമ്മാ ഇങ്ങോട്ട് ആക്രമിക്കാൻ കഴിയില്ല. മാത്രമല്ല, അവർ തന്നെ തുറന്ന് സമ്മതിക്കുന്ന ഒരു കാര്യമുണ്ടല്ലോ സേതു, ഞങ്ങൾ ഈ പാശ്ചാത്യ രാജ്യങ്ങൾക്ക് വേണ്ടി ഈ വൃത്തികേട് കുറേ കാലമായി ചെയ്തു വരുന്നു, ഈ ഭീകരവാദത്തെ ഈ മട്ടിൽ പ്രോത്സാഹിപ്പിക്കുന്നു, ഭീകരവാദത്തെ കയറ്റി അയക്കുന്നു. ഇതിൽ അവർ തന്നെ ആകെ നാണം കെട്ടത് വിശദീകരിക്കുന്ന സാഹചര്യം ഈ ആക്രമണത്തിന് ശേഷം
ഉണ്ടായി. അപ്പോൾ അങ്ങനെ ഒരു സമ്മതം കൂടി പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്ന് വന്ന സ്ഥിതിക്ക് ഇനി അവർക്ക് എങ്ങനെയാണ് ഇന്ത്യൻ മണ്ണിൽ കടന്നു കയറി ഒരു ആക്രമണം നടത്താൻ കഴിയുക എന്നുള്ള സാഹചര്യമുണ്ട്. പക്ഷേ അവിടുത്തെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അവർക്ക് സൈനിക ശേഷിയുണ്ട്, സംശയമില്ല, അവർക്ക് ആണവ തലപ്പുണ്ട്. ഇതൊക്കെ വാസ്തവമായിരിക്കുമ്പോൾ തന്നെ സാമ്പത്തികമായി അങ്ങേയറ്റം തകർന്ന അവസ്ഥയിലാണ്. IMFൻ്റെ സഹായമില്ലാതെ തൽക്കാലം ഒരു ഇഞ്ച് മുന്നോട്ട് പോകാൻ കഴിയാത്ത അവസ്ഥയിൽ നിൽക്കുന്ന രാജ്യമാണ് ആ രാജ്യം. സൈന്യം ഒന്ന് തീരുമാനിക്കും, മറ്റ് നേതൃത്വം മറ്റൊന്ന് തീരുമാനിക്കും, അവിടുത്തെ രാഷ്ട്രീയ നേതൃത്വം വേറൊരു വഴിക്ക് പോകും. ഈ മട്ടിൽ കാര്യങ്ങൾ നടക്കുന്ന ഒരു രാജ്യം എന്ന നിലയ്ക്ക് അവിടുത്തെ സാമ്പത്തിക തകർച്ച എന്ന് പറയുന്നത് നമുക്ക് വിചാരിക്കാനാവുന്നതിനപ്പുറത്തായിരിക്കും. ഇന്ത്യൻ വിപണിയുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ നമുക്കിപ്പോൾ പുറത്തു വരുന്നത് നമ്മളൊന്ന് പരിശോധിച്ചാൽ, ഇന്ന് രാവിലെ 9:16 നിഫ്റ്റി 50.28 പോയിന്റ്, അഥവാ 1.12 പോയിന്റ് കുറഞ്ഞ് 24,351.4 വ്യാപാരം നടത്തുന്നത്. BSE സെൻസെക്സ് 86 പോയിന്റ് താഴ്ന്ന്, അതായത് 0.11% കുറഞ്ഞ് 80,555.33 എത്തിയിട്ടുണ്ട്. അതായത് ഇവിടെ നമുക്ക് ഈ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം സ്വാഭാവികമായും ഒരു സാമ്പത്തികമായി ഈ വളർച്ചയിൽ ഈ പറയുന്ന വിപണിയിലൊക്കെ നേരിട്ടുള്ള ഒരു തിരിച്ചടി കാണിക്കുന്ന തരത്തിലുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവാം. പക്ഷേ നോക്കൂ, നമ്മൾ വിചാരിച്ച മട്ടിലുള്ള വലിയ തകർച്ചയിലേക്കല്ല ഇവിടെ പോകുന്നത്. തൽക്കാലം ഒരു ചെറിയ അനക്കമൊക്കെ ഉണ്ടാകുന്നു എന്നുള്ളതൊഴിച്ചാൽ വലിയ തകർച്ച ഇവിടെ കാണാനാവില്ല. പക്ഷേ ഇതല്ല പാകിസ്ഥാനിലെ സ്ഥിതി. സാമ്പത്തികമായി അങ്ങേയറ്റം തകർന്നു പോകും. ഇന്ത്യയുമായി താരതമ്യം ചെയ്യുമ്പോൾ എപ്പോഴും അവകാശപ്പെടും, ഞങ്ങളൊരു സൈനിക ശക്തിയാണ്, ഇന്ത്യയോട് മുട്ടി നിൽക്കാൻ പോകുന്ന സൈനിക ശക്തി ഞങ്ങൾക്കുണ്ട്, ഞങ്ങൾക്ക് ചൈനയിൽ നിന്നും അമേരിക്കയിൽ നിന്നും ഒക്കെയുള്ള യുദ്ധവിമാനങ്ങൾ ഞങ്ങളുടെ കയ്യിലുണ്ട് എന്നൊക്കെ അവർ ആവർത്തിച്ച് പറയുമ്പോഴും അവർക്കില്ലാത്ത ഒന്ന് ഈ സാമ്പത്തിക ശക്തിയാണ്. അപ്പോൾ ഇന്ത്യ അത്രമേൽ സാമ്പത്തിക ശക്തി കൂടിയായതുകൊണ്ട് ഇപ്പോൾ സൈനികമായി ഈ ഏറ്റുമുട്ടൽ നടക്കുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ട കാര്യം, രാഷ്ട്രമെന്ന നിലയ്ക്ക് ഇന്ത്യക്ക് എത്രത്തോളം ഈ ഏറ്റുമുട്ടലിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്ന് പരിശോധിച്ചാൽ അത് പാകിസ്ഥാന് കഴിയുന്നതിനേക്കാൾ എത്രയോ മടങ്ങ് ഇന്ത്യക്ക് കഴിയും എന്നുള്ള സാഹചര്യം ഇവിടെയുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ എളുപ്പത്തിൽ പെട്ടെന്ന് ഇന്ത്യയിലേക്ക് കടന്നു കയറിയുള്ള ഒരാക്രമണം അവർ നടത്തും എന്ന് നമുക്ക് കരുതാനാവില്ല. സേതു.